ഇന്നൊരു ബോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ബോട്ടിൻ്റെ എൻജിൻ ഉണ്ടാക്കാൻ വേണ്ടി ഗിയർ മോട്ടർ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പേനയുടെ റീഫിലില്ലാത്ത ഭാഗം വെച്ച് കൊടുക്കണം. ഫാൻ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ഫോം ഷീറ്റ് എടുക്കുക. എന്നിട്ട് 20 ലിറ്റർ വാട്ടർ ക്യാനിൻ്റെ ഇതുപോലത്തെ ഒരു മൂടി എടുക്കണം. ഇതിൻ്റെ സെൻറ്ററിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് 5 കാർഡ്ബോർഡ് പീസസ് 72 ഡിഗ്രി ഗ്യാപ്പിൽ റൗണ്ടിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്താൽ മതി ഗ്ലൂവിൽ. ബോട്ടിൻ്റെ ഫ്രെയിം ഉണ്ടാക്കാൻ ഒരു ചെറിയ തെർമോക്കോൾ പീസ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് മോട്ടറും ബാറ്ററിയും ഇതിലേക്ക് ഫിക്സ് ചെയ്ത ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലത്തെ ബക്കറ്റിലേക്ക് ഇറക്കി വയ്ക്കുക വിചാരിച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് തികയുന്ന പോലുമില്ല. ബോട്ടിൻ്റെ സൈസ് വലുതായതുകൊണ്ട് വലിയ പാത്രത്തിൽ വയ്ക്കുക. പക്ഷേ ഇങ്ങനെ വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളതുകൊണ്ട് ഇനിയും വലുത് വേണം. പക്ഷേ അതിലും വലിയൊരു പാത്രം ഇല്ലായിരുന്നു. സിറ്റുവേഷൻ ഒന്നും നമുക്ക് ഫേവർ ആയിട്ടില്ലെങ്കിൽ ഉള്ള സിറ്റുവേഷനെ നമ്മുടെ ഫേവറിലേക്ക് മാറ്റണം. അപ്പോൾ എന്തായാലും ഇന്ന് ഈ ബോട്ട് ഓടിച്ചിരിക്കും. അതിന് വേറെ എന്തെങ്കിലും ഐഡിയ കണ്ടു. അങ്ങനെ അവസാനം ഒരു ഐഡിയ കിട്ടി. 2 ചെയർ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഹാൻഡിലിൽ തമ്മിൽ യോജിക്കുന്ന പോലെ കമ്പ് കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് പഴയ കാറിൻ്റെ കവറൊന്നിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്തായാലും ഉദ്ദേശിച്ച പോലെ തന്നെ ബോട്ട് മൂവ് ആയിട്ടുണ്ട്. അധികം ദൂരം ഇല്ലാത്തതുകൊണ്ട് എന്തായാലും 2-3 സ്റ്റെപ്പ് അത് കറക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇതിൻ്റെ പകുതി മാത്രമേ വെള്ളം നിറച്ചിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഫാനിൻ്റെ ഓരോ കാർഡ്ബോർഡ് പീസ് താഴെ പോകാൻ തുടങ്ങി. എന്നാലത് കറക്റ്റായി തന്നെ മൂവ് ആവുന്നുണ്ട്. പിന്നെ അവസാനം കുറേ നേരം ഓടിയതിന് ശേഷം അത് മറിഞ്ഞ് വീഴുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഒന്നും ആയിട്ടില്ല, ഇപ്പോഴും വർക്ക് തന്നെയാണ്.